നമസ്തേ. Savrajwad Murdabad. Okay, ma'am. From the river to the sea. Extending solidarity to a struggle against imperialist occupation which is taking place when we are assembled here as part of this conference. Through this resolution, we condemn Israel's genocidal attacks on Gaza. As has been the practice, even though this resolution reflects the burning problems of the international situation. നിങ്ങൾ ഈ കണ്ടത് SDPI പരിപാടിയല്ല, CPM പാർട്ടി കോൺഗ്രസ് വേദിയാണ്. കഫിയ ധരിച്ചെത്തിയ നേതാക്കളും പ്രതിനിധികളും CPMന്റെ മുസ്ലിം പ്രീണനത്തിന്റെ നേർക്കാഴ്ചയാകുന്നതാണ് നിങ്ങൾ കണ്ടത്. പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചു നടന്ന പരിപാടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാകുകയാണ്. കഫിയ ധരിച്ചെത്തിയ ഹമാസ് ഭീകരരുടെ യോഗമാണ് മധുരയിൽ നടക്കുന്നതെന്ന വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. ഇതാദ്യമായാണ് പാർട്ടി വേദിയിൽ വേഷധാരണങ്ങളോടെ എത്തി ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതി CPM നടത്തുന്നത്. എന്തൊരു വിരോധാഭാസമാണ്! ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും, അതായത് പിണറായി വിജയനും MA ബേബിയും പ്രകാശ് കാരാട്ടും മുതൽ സമ്മേളന പ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും പലസ്തീൻ ഹമാസ് വേഷമായ കഫിയ ധരിച്ചെത്തി. ചെറുത്തുനിൽപ്പിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ചിഹ്നമായ കഫിയെ അണിഞ്ഞ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ആവേശകരമായ അനുഭവമാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. എന്തിനാണ് മുഖ്യനും മുസ്ലിങ്ങളോട് മാത്രം ഇത്ര താല്പര്യം? ഭീകരതയും അപകടവും മാത്രം പ്രൊമോട്ട് ചെയ്യാനുള്ള വർഗീയവാദികളുടെ കൂലിപ്പടയാളികളായി മാറുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നതിന് വേറെന്ത് തെളിവാണ് വേണ്ടത്? ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള പലസ്തീൻ സ്വതന്ത്രമാകാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് നിൽക്കുകയാണത്രേ വിജയനും പരിവാരവും. എന്നാൽ ഇതേ വിജയന് കേരളത്തിനോടോ ഭാരതത്തിനോടോ യാതൊരു താല്പര്യവും ഇല്ല എന്ന വഖഫ് ബിൽ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. വഖഫ് ഭീകരതയുടെ ജീവിക്കുന്ന രക്തസാക്ഷികളായ മുനമ്പം ജനതയെ ചതിച്ച് വഞ്ചിക്കുന്ന നിലപാട് രാജ്യസഭയിലെ MPമാരും ലോക്സഭ MPയും കൈക്കൊണ്ടത് നമ്മൾ കണ്ടതാണ്. തീരദേശത്തെ 600ഓളം കുടുംബങ്ങളുടെ കണ്ണീരും ജീവിത ദുരിതവും കണ്ടില്ലെന്ന് നടിച്ചവരാണ് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഫിയ ധരിച്ചെത്തിയതെന്ന് ഓർക്കണം. മനുഷ്യത്വമാണ് ഈ പ്രഹസനത്തിന് അടിസ്ഥാനമെങ്കിൽ ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെട്ട ന്യൂനപക്ഷങ്ങളെ എന്തേ നിങ്ങൾ മറന്നു? ഒപ്പം 50 ദിവസത്തിലധികമായി ആശമാർ മുടിമുറിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരവും എന്തേ നിങ്ങൾ കണ്ടില്ല? അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് കേരളത്തിലെ സാധാരണ ജനത മനസ്സിലാക്കേണ്ടത്? ഹമാസ് ഭീകരർക്ക് നിലനിൽപ്പുണ്ടാകാൻ പൂങ്കണ്ണീർ ഒഴുക്കുന്ന വിജയൻ എന്താണ് കിടപ്പാടം നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ നിന്ന് ഭാരത ജനതയെ കാണാത്തത്? ഓ, മരുമോൻ അവരുടെ ആളായതുകൊണ്ട് തങ്ങളുടെ ഫാമിലി സേഫ് ആയല്ലോ, അപ്പൊ പിന്നെ ഭീകരരെ സപ്പോർട്ട് ചെയ്യുവോ, അവർക്ക് കേരളവും ഭാരതവും തീരെഴുതി കൊടുക്കുവോ, എന്ത് വേണോ ആവാലോ.